വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നോക്കുമ്പോൾ ഹെയർ ബോ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ട്രിങ് ഈ ഒരു സാധനം നമ്മുടെ ഓൺലൈനിൽ തരാറുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. പർച്ചേസ് ചെയ്യുക. അപ്പോൾ വെക്കേഷനുള്ള കൂട്ടുകാരെ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഈ സ്ട്രിങ് വെച്ചാണ് ഞാൻ ഹെയർ ബോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ബീഡ്സ് വേണം എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ബീഡ്സ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു ബീഡ്സും പിന്നെ നിങ്ങൾ ചോദിക്കുമായിരിക്കും എങ്ങനെയായിരിക്കും ഇത് ഇടരുന്നതെന്ന് വെച്ചാൽ ഈ സൈഡിൽ കൂടെ എന്തായാലും പോകും. അപ്പോൾ വേണ്ട ഈ രണ്ട് സാധനങ്ങൾ വരും. അതിൻ്റെ ഒത്തിരിയാണ്. അപ്പം ഞാൻ ഈ രണ്ടെണ്ണം എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ വേണ്ട ഗായ്സ് ഞാൻ ഇതെടുത്ത് വിട്ടിട്ടുണ്ട്. ചെറിയതാണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ ചെറിയ സ്ഥലത്തൊന്നും ചെന്നിടരുത്. അപ്പോൾ ഇത് കളഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ കളർഫുൾ ബീഡ്സ് അതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കളർഫുൾ ബീഡ്സിൽ നിന്ന് എടുത്തിരിക്കുകയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ ഇച്ചിരി ഫ്ലവേഴ്സും പിന്നെ ഗൈസ് ലാസ്റ്റ് ഈ രണ്ട് സൈഡിലായിട്ട് ഈ ക്യാൻഡീസ് പോലെ അവർ തന്നിട്ടുണ്ട്. ഇത് അപ്പോൾ അതും എടുത്താണ് ഇടുന്നത്. നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാം, നമുക്ക് ഈ ബീഡ്സ് നിറയ്ക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് ആദ്യം നമ്മൾ ഈ സൈഡിലായിട്ട് ഇത് വെക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ബീഡ്സ് ഇങ്ങനെ പോകുന്നു നോക്കുമ്പോൾ എന്ത് നമ്മൾ ഈ സാധനം ഇട്ടിട്ടില്ല. ആദ്യം നമ്മൾ ഈ സൈഡിൽ ഇടണം. നല്ലപോലെ കയറ്റി ഇട്ടേക്കണം. വെച്ചാൽ നമുക്ക് തല വെക്കുന്നില്ല. അപ്പം നല്ലപോലെ കയറ്റി ഇട്ട് കഴിഞ്ഞാൽ ലൂസ് ആവാൻ സാധ്യതയുണ്ട്. ലൂസായി പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മുറുക്കിയൊക്കെ ഇട്ട് വേണം ഇടാം. അപ്പം നമുക്കിനിയും ഈ ബീഡ്സ് ഒക്കെ ഇടുന്നതിനകത്തോട്ട് പോവാം. നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ. നമുക്കിതൊക്കെ നമ്മൾ യൂഷ്വലി ഇത് ചെയ്യണം. അപ്പം നമുക്കിത് ഇച്ചിരി ടാലൻറ്റ് വരൊക്കെ ആവും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മത്സരം പോലെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊക്കെ ചേരാൻ പറ്റും. അപ്പം നമുക്ക് ഇതിനകത്തിലോട്ട് നമുക്ക് ഈ ബീഡ്സ് ഈ ഹോളിലോട്ട് ഇട്ടാൽ മതി. ഇങ്ങനെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കയറ്റി കൊണ്ട് ഇട്ടാൽ മതി. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ലൈറ്റ് പിങ്കിൻ്റെ മുകളിൽ ഡാർക്ക് പിങ്ക് ഇട്ടിട്ട് പർപ്പിൾ, യെല്ലോ, ബ്ലൂ നമുക്ക് ഓർത്ത് വെച്ചാണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾക്ക് ബീഡ്സ് ഇടാം. അപ്പം എനിക്കിഷ്ടമുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. പർപ്പിൾ ഇങ്ങനെ കിട്ടിയിടാം. അല്ലാതെ ഞാൻ ഇടുന്ന പോലെ ഇടാം. പർപ്പിൾ, യെല്ലോ, ഗ്രീൻ. നോക്കൂ ഗൈസ്, ഇപ്പൊ ഇതിന്റെ ഹാഫ് തന്നെ ഫിൽ ചെയ്തിട്ടുണ്ട്. നോക്കൂ ഇപ്പഴേ ഇത് ഭംഗിയാവാൻ തുടങ്ങി. ഇനി നമുക്ക് ഹാഫും കൂടെ ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പൊ ഞാൻ എൻ്റെ ക്രിയേറ്റിവിറ്റി ആയിട്ടാണ് എൻ്റെ ഒരു ഭംഗി നിങ്ങളുടെ മനസ്സിന് എങ്ങനെ ഒരു പൂക്കളിട്ട് നല്ലൊരു ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഒരു ഭംഗിയത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുക. വെക്കേഷന് നിങ്ങൾ ബോറടിക്കണ്ട. നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വാങ്ങിച്ച് ചെയ്യുക. അപ്പോൾ നോക്കൂ ഗൈസ്, അപ്പോൾ നമുക്ക് ഇത് ഇട്ടിട്ട് പോകും. അപ്പോൾ ഗൈസ് എൻ്റെ ബ്ലൂ മൊത്തം തീർന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കളർ ചേർന്നെങ്കിൽ അതിൻ്റെ മുമ്പിൽ എന്താ ഇടാറ് അതാണ് ഇടുന്നത്. അഥവാ നമ്മുടെ മൊത്തം കളേഴ്സ് ഇത്രയും എൻ്റെ ഇവിടെ ഇരിക്കുന്ന മൊത്തം കളേഴ്സും തീർന്നെങ്കിൽ എൻ്റെ ഈ ലൈറ്റ് പിങ്ക് കൊണ്ട് ആ ലൈറ്റ് പിങ്ക് ആണ് ഇടുന്നത്. നിങ്ങളിപ്പോൾ വലിയതായിരുന്നെങ്കിൽ ഇതേപോലത്തെ ഗ്രീനിഷ് കളറിൻ്റെ ഈ വലുതാണെങ്കിൽ ഇരുന്നത് നിങ്ങൾ ആ വലിയതിട്ട് തന്നെ പോകണം. ചെറുതൊക്കെ തന്നെ ഇച്ചിരി വൃത്തിയേട് കാണും. നമ്മുടെ എടുത്ത് കാണിക്കാൻ അത്രയ്ക്ക് കാണില്ല. അപ്പോൾ ഗൈസ് നോക്കൂ ഗൈസ്, അപ്പോൾ ഞാൻ കഴിഞ്ഞ ബീഡ്സിൻ്റെ അപ്പോൾ ആണെങ്കിൽ എൻ്റെ ഈ സൈഡിലത്തെ എനിക്ക് ബീഡ്സ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിങ്ക് ബീഡ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നോക്കൂ ഗൈസ്, അപ്പോൾ എൻ്റെ ബീഡ്സ് ഇട്ട് ഇപ്പം നോക്കൂ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ട്രൈ ദിസ് അറ്റ് ഹോം ആൻഡ് ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ബൈ.